തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധി പൂർണ്ണമായി പരിഹരിച്ചെന്ന് അധികൃതർ അവകാശപ്പെടുമ്പോഴും കുടിവെള്ളം ലഭിക്കുന്നില്ല എന്ന പരാതി ഇപ്പോഴും ഉയരുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തുന്നുണ്ടെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിലാണ് പ്രശ്നം നേരിടുന്നത്. അതിനിടെ നാളെ രാവിലെ മുതൽ ആൽത്തറ മേട്ടുക്കട റോഡിൽ ജലവിതരണം തടസ്സപ്പെടുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധിയിൽ വാട്ടർ അതോറിറ്റിയോട് സർക്കാർ റിപ്പോർട്ട് തേടിയിരുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഇനി തുടരന്വേഷണം. ഉദ്യോഗസ്ഥർക്ക് കനത്ത വീഴ്ചയുണ്ടായെന്നാണ് വിലയിരുത്തൽ. അന്വേഷണത്തിൽ വീഴ്ച തെളിഞ്ഞാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിയുമുണ്ടാകും. സാങ്കേതികത്വം പറഞ്ഞ് കൈകഴുകുമ്പോഴും 7ാം ദിവസമായിട്ടും നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധി പൂർണ്ണമായി പരിഹരിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. മലമുകൾ, കാച്ചാണി അടക്കമുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ ഇനിയും വെള്ളം എത്തുന്നില്ലെന്ന പരാതിയുണ്ട്. ഉയർന്ന പ്രദേശങ്ങളിലെ പൈപ്പുകളിലുണ്ടായ എയർ ബ്ലോക്കാണ് വെള്ളമെത്താൻ വൈകുന്നതെന്ന കാരണമാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം. പരാതിയുമായി ആരും എത്തുന്നില്ലെന്ന ആശ്വാസത്തിലാണ് കോർപ്പറേഷനും രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥരുടെ തലക്കിട്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുകയാണ്. കുടിവെള്ളം മുടങ്ങിയതിൽ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ സുരേന്ദ്രനും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. നഗരസഭയുടെ അനാസ്ഥയാണ് പ്രതിസന്ധി ഉണ്ടാക്കിയതെന്ന് ആരോപണം. സ്മാർട്ട് സിറ്റിയുടെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനാൽ ഇടയ്ക്കിടയ്ക്ക് ജലവിതരണം തടസ്സപ്പെടുന്ന സാഹചര്യവുമുണ്ട് നഗരത്തിൽ. വെള്ളയമ്പലത്ത് കഴിഞ്ഞ ദിവസം രാത്രി സ്മാർട്ട് റോഡിന്റെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനിടെ പൈപ്പ് തകരാറിലായി 2 മണിക്കൂറോളം ജലവിതരണം തടസ്സപ്പെട്ടു. അതിനിടെ വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെ ആൽത്തറ മേട്ടുക്കട റോഡിൽ ജലവിതരണം തടസ്സപ്പെടുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. സമീപവാസികൾ വേണ്ട മുൻകരുതലെടുക്കണമെന്നാണ് അതോറിറ്റിയുടെ നിർദ്ദേശം. മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ വീണ്ടും കുടിവെള്ളം മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് നഗരവാസികൾ. 24 തിരുവനന്തപുരം. ഇപ്പോഴും കുടിവെള്ളം എത്തിയിട്ടില്ലാത്ത ആറന്നൂർ പണ്ടാരവിളാഹത്ത് നിന്ന് സലീം മാലിക് തത്സമയം ചേരുന്നുണ്ട്. സലീം, 7 ദിവസം പിന്നിടുകയാണ്. ഇപ്പോഴും ആ പ്രശ്നത്തിന് പൂർണ്ണമായി പരിഹാരം കണ്ടിട്ടില്ല എന്നുള്ളത് പ്രതിഷേധാർഹമാണ്. എന്താണ് അധികൃതർ അതിനെ വിശദീകരിക്കുന്നത്? ഇപ്പോഴും കുടിവെള്ളം എത്താത്ത മേഖലകളിൽ പകരം സംവിധാനം ഏത് തരത്തിൽ ഒരുക്കുന്നു? അതുപോലെ നാളെ രാവിലെ മുതൽ ആൽത്തറ മേട്ടുക്കട റോഡിൽ ജലവിതരണം തടസ്സപ്പെടുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. മുമ്പുണ്ടായത് ആസൂത്രണമില്ലായ്മയാണ്. ഇങ്ങനെ നാളത്തെ കാര്യത്തിൽ തയ്യാറെടുപ്പുകളൊക്കെ ശരിയായ രീതിയിലാണോ സലീം? റിജിത്ത്, നാളത്തെ കാര്യത്തിലെ തയ്യാറെടുപ്പിനപ്പുറത്തേക്ക് 7 ദിവസം മുൻപുണ്ടായ പ്രതിസന്ധി പോലും അത് പൂർണ്ണാർത്ഥത്തിൽ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങേയറ്റം സങ്കടകരമായ കാഴ്ച. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ഈ സ്ഥലം, അതായത് ആറന്നൂർ പണ്ടാരവിളാഹം എന്ന് പറയുന്ന പ്രദേശമാണ്. ഇതിന് തൊട്ടപ്പുറത്ത്, ഇതിന് 200 മീറ്റർ മാത്രം അപ്പുറത്താണ് ഈ പണി നടന്നത്, ഈ അറ്റകുറ്റപ്പണി നടന്നത്. ആ അറ്റകുറ്റപ്പണി മൂലമുണ്ടായ പ്രശ്നം അത് 7 ദിവസമായിട്ടും ഈ സ്ഥലത്ത് വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ അധികൃതർ വിശദീകരിക്കുന്നത് അതൊരു എയർ ബ്ലോക്ക് ആണ് എന്നുള്ളതാണ്. പക്ഷേ ഈ നഗരത്തിൻ്റെ 90% സ്ഥലങ്ങളിലും വെള്ളം എത്തി എന്നുള്ളതും വാസ്തവമാണ്. പക്ഷേ ഈ ആളുകൾക്ക്, അതായത് ഈ സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞ 7 ദിവസമായി വെള്ളമില്ല. അവരുടെ ഇവിടെ നിന്നും നമുക്ക് ആ റോഡ് കൂടി ഒന്ന് കാണിച്ചാൽ, ഇവിടെ ഈ റോഡിൽ ഈ അതുമായി ബന്ധപ്പെട്ട് കുഴി എടുത്തിട്ടുണ്ട്. എന്തോ പണിയുമായി ബന്ധപ്പെട്ട കുഴിയാണ് എന്നാണ് പറയുന്നത്. ആ കുഴി എടുത്തിട്ട് അവിടെ നിന്നുമുള്ള ജലവിതരണം പൂർണ്ണമായും മുടങ്ങിയിരിക്കുകയാണ്. അതിനുശേഷം ഇവിടേക്ക് ഈ താഴേക്ക് ഇത്രയും ദൂരം ഈ കുഴിയും താണ്ടി വന്ന് വേണം ഇവർ ഇങ്ങനെ വെള്ളം പിടിച്ചുകൊണ്ട് പോകാൻ. ചേട്ടാ, അന്ന് 7 ദിവസം മുൻപാണല്ലോ ഇവിടെ മൊത്തത്തിൽ വെള്ളം മുടങ്ങിയത്. അതിനുശേഷം ഒരു തുള്ളി വെള്ളം പോലും പിന്നീട് വന്നിട്ടില്ലേ? ഇല്ല, അത് വെള്ളം വരില്ല. ഇതിലെ മാത്രം വരും, വേറെ ഒരു ലൈനിലും കിടயாது. ഈ നഗരസഭ പറയുന്നത് ഈ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്നുണ്ട്, അതും വീട്ടിൽ എത്തുന്നു? ഇല്ല, ഒന്നില്ല. അതൊക്കെയുള്ള സൗകര്യങ്ങളിലൂടെ പൈസ ഉള്ള ആളല്ല. ടാങ്കിലെ ഒന്ന് വെള്ളം ടാങ്കറിൽ തൽക്കാലം ഈ ജലപ്രതിസന്ധി മൂലം സൗജന്യമായി എത്തിക്കുമെന്ന് പറഞ്ഞത് ഒരു ദിവസം വന്നിരുന്നു. ഇന്നലെ ഒരു ദിവസം വന്നിരുന്നു ടാങ്കറിലെ. ഒരു ദിവസം കൊണ്ടുവന്നു. ഇല്ല, ഇന്നലെ ഒരു ദിവസം വന്നു. പരാതി പറഞ്ഞിരുന്നു വെള്ളം വന്നിട്ടില്ല എന്ന്. അതൊക്കെ അവർ വിളിച്ചു പറഞ്ഞു. എന്താ അവരൊക്കെ ചെയ്യണില്ല, പണി ചെയ്തിരുന്നറിയാം. അവർ മിണ്ടാതിരിക്കുന്ന പണിയൊക്കെ ചെയ്യണം. അപ്പോൾ റിജിത്ത്, അങ്ങനെയാണ് ആ നിലയിൽ വലിയ പ്രതിസന്ധി ഇവിടുത്തെ ആളുകൾക്ക് ഉണ്ട്. ചേച്ചി, വലിയ ബുദ്ധിമുട്ടാണോ ഇപ്പോൾ വെള്ളമില്ലാതെ? വലിയ ബുദ്ധിമുട്ടാണ്. 7 ദിവസം ഇന്ന് വെള്ളം വന്നിട്ട് ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾ പരാതിയൊന്നും പറഞ്ഞില്ലേ? ഞങ്ങൾ പരാതിയൊക്കെ പറഞ്ഞു, പക്ഷെ ആ മറുപടി ഇതന്നെ, ഇതാ കണ്ടില്ലേ, വഴി പോലും മുട്ടിയിരിക്കുക. ഇനിയിപ്പോൾ വീണ്ടും അടുത്ത ഒരു ദിവസം, നാളെ രാവിലെ മുതൽ ചില സ്ഥലങ്ങളിൽ വെള്ളം മുടങ്ങുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല? ഇല്ല, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. റിജിത്ത്, ആ നിലയിലാണ്. കാരണം ഈ വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉണ്ടാകുള്ളൂ പ്രശ്നം. പക്ഷെ ആ സ്ഥലത്തെ മനുഷ്യർക്ക് ഇതുവരെയും കുടിവെള്ളം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് അതൊരു ഗുരുതര പ്രശ്നം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല, ഇത്രയും വലിയ പ്രതിസന്ധി, നേരത്തെ തന്നെ ആസൂത്രണമില്ലായ്മയാണ് ഈ പ്രതിസന്ധിക്ക് കാരണം ആയത് വലിയ വിമർശനം കേട്ടിരുന്നു. അതിനിടയിലാണ് നാളെ രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെ വിവിധ സ്ഥലങ്ങളിൽ കുടിവെള്ളം മുടങ്ങുമെന്നൊരു അറിയിപ്പ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ അത് ഒരു ദിവസം പൂർണ്ണമായി പോലും ഇല്ല. ഒരു പകലും പിന്നീട് രാത്രി പകുതി വരെയും
നാളെയും വെള്ളം മുടങ്ങുമെന്നാണ് അറിയിപ്പ്. പക്ഷേ അത് കേൾക്കുമ്പോൾ നഗരവാസികൾക്ക് സ്വാഭാവികമായും ആശങ്കയുണ്ടാവും. കാരണം 24 മണിക്കൂർ മാത്രം വെള്ളം മുടങ്ങുമെന്നൊരു അറിയിപ്പിൽ തുടങ്ങിയ ഒരു പണി നഗരത്തിനെ ആകെ സ്തംഭിപ്പിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നാളെയുള്ള ഈ പ്രവർത്തനവും ആ നിലയിലൊരു ആശങ്കയുണ്ട്. ഞാൻ അവർക്ക് ഈ നമ്മുടെ വാർത്ത കാണുന്നവർക്ക് ഏതൊക്കെ സ്ഥലത്താണ് ഈ ജലവിതരണം മുടങ്ങുന്നത് എന്ന് ഒന്നുകൂടി പറയാം. അത് വിവിധ സ്ഥലങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം നിലവിൽ പാലാട്ടുകോണമാണ്. വഴുതക്കാട്, പാലാട്ടുകോണം, ഉദരശിരോമണി റോഡ്, CMS നഗർ, ശിശു വിഹാർ ലൈൻ, കോട്ടൺ ഹില്ല്, ഇടപ്പഴഞ്ഞി, കെ അനിരുദ്ധൻ റോഡ്, ഇറക്കം റോഡ്, മേട്ടുക്കട, വലിയശാല, തൈക്കാട്, അങ്ങനെ ഇത്രയും പ്രദേശങ്ങളിലാണ് നാളെ രാവിലെ മുതൽ വെള്ളം മുടങ്ങുന്നത് എന്നാണ് നിലവിൽ വാട്ടർ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോഴും കുടിവെള്ളം എത്തിയിട്ടില്ലാത്ത മേഖലയുണ്ട്. ആറന്നൂർ പണ്ടാരവിളാഹത്ത് നിന്ന് പ്രതികരണങ്ങൾ, വിവരങ്ങൾ നൽകുകയായിരുന്നു സലീം മാലിക്.